ബൃഹദാരണ്യം 2-ാം അധ്യായം 1-ാം ബ്രാഹ്മണ 8-ാം സഹോവാച അജാതശത്രു യത്ര ഏഷ യദസുപ്തോ അഭൂത് യേഷ വിജ്ഞാനമയ പുരുഷഃ കോ ഏഷ തദാ അഭൂത് കുത ഏതദാഗാദിതി തദുഹനമേനേ ഗർഗ്യഃ. അജാതശത്രു ഗാർഗ്യനോട് പറഞ്ഞു, എത്രേഷ ഏത് സുപ്തോ അഭൂത്, അവനെ കുലുക്കി ഉണർത്തുന്നതുവരെ അതിലെവിടെയായിരുന്നു? യേശ വിജ്ഞാനമയ പുരുഷ, വിജ്ഞാനമയ, അതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ആ വിജ്ഞാനപ്രധാനനായിരിക്കുന്ന പുരുഷൻ അത് ജാഗ്രതത്തിലെങ്ങനെ വിജ്ഞാനപ്രധാനനായിരിക്കുന്നു, സുഷുപ്തിയിലെങ്ങനെ വിജ്ഞാന സ്വരൂപനായിരിക്കുന്നു, ആ വിഷയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. അഭൂത്. അപ്പോൾ ഈ പുരുഷന്റെ യഥാർത്ഥമായ സ്വരൂപം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉറക്കത്തെ വിശദീകരിക്കുന്നത്. കുത ഏത് ആഗാത്, എവിടെ നിന്നാണ് അവൻ വന്നത്, അവൻ എവിടെയായിരുന്നു, അവന്റെ സ്വരൂപം എന്തായിരുന്നു, ഇതെല്ലാം ഗാർഗ്യ ബ്രാഹ്മണനോട് ചോദിച്ചു. തദ്ഹന മേനെ ഗാർഗ്യ, പക്ഷേ ഗാർഗ്യനൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഏവമസു വ്യുത്പാദ്യമാനോപി ഗാർഗ്യു എത്ര ഏഷ ആത്മാഭൂത് പ്രാക് പ്രതിബോധാത് യഥശ്ച ചെയ്യത് ആഗമനം ആഗാത് തദുഭയം ന വിത്പേദേ വക്തും വാ പ്രഷ്ടും വാ ഗാർഗ്യോ ന മേനെ ന ജ്ഞാതവാൻ. ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഗാർഗ്യനും ബ്രഹ്മത്തെക്കുറിച്ചൊക്കെ ധരിച്ചിരുന്നു, ഒന്നും അറിയാത്തയാളല്ല. അനേവം വസു വിത്പാദ്യമാനോപി, ഇത്രയും ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി അവിടെ എന്താണോ അവിടെ സംഭവിക്കുന്നതെന്നെല്ലാം കാണിച്ച് വിശദീകരിച്ചിട്ട് കൂടി എന്നാണ്. വിത്പാദ്യമാനോപി, അങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കൂടിയും ഗാർഗ്യൻ ഈ ചോദ്യത്തിനൊന്ന് ഉത്തരം പറഞ്ഞു. എത്ര ഏഷ ആത്മാഭൂത്, എവിടെയായിരുന്നു, പ്രാക് പ്രതിബോധ, ഉണരുന്നതിന് മുമ്പ്, യഥേത് ആഗമനം ആകാ, എവിടെ നിന്നാണ് ഇത് വന്നത്, ഇതൊന്നും പറയാൻ കഴിഞ്ഞില്ല. സഹോവാച അജാതശത്രു വിവക്ഷിതാർത്ഥ സമർപ്പണായ. അപ്പൊ ഗാർഗ്യൻ ഇത്രയൊക്കെ വിശദീകരിച്ചിട്ടും ഗാർഗ്യന് ആത്മസ്വരൂപത്തെ പിടികിട്ടിയില്ല. എന്താണ് താൻ പറയാൻ ആഗ്രഹിക്കുന്ന വിവക്ഷിതം, അതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും വിശദീകരിക്കും അജാതശത്രു. കാരണം ആത്മാവ് അതിൻ്റെ ഇവിടെ പറഞ്ഞെന്താണ്, നിരുപാധികമായ രൂപത്തെയാണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാരണം അതാണ് അതിന്റെ സ്വരൂപം. അത് സൂര്യനെന്നോ ചന്ദ്രനെന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അതിന്റെ പരമാർത്ഥ സ്വരൂപമല്ല. അതെല്ലാം ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നു, ധ്യാനത്തിന് വേണ്ടി പറയുന്നു. അതിന്റെ വാസ്തവ സ്വരൂപം വെളിപ്പെടേണ്ടതാണ്, അറിയേണ്ടതാണ്. അതിന് ഇതല്ലാതെ വേറൊരു വഴിയും അജാതശത്രു കണ്ടില്ല. ഉറക്കത്തെ മനസ്സിലാക്കി കൊടുക്കും. അവിടെയാണ് ആത്മാവിന്റെ യഥാർത്ഥമായ ആ സ്വരൂപം സ്ഥിതി ചെയ്യുന്നത്, നിർവിശേഷമായ സ്വരൂപം. നിർവിശേഷമായതുകൊണ്ട് തന്നെ കൂടസ്ഥിതേകര സ്വയമാത്മാ, കൂടസ്ഥനാണ്, ചിസ്വരൂപനാണ്, ഏക സ്വഭാവമുള്ളതാണ്.
തത്ര ക്രിയാകാരക ഫലവ്യവഹാരവും വസ്തുതോ നാസ്തി. ഈ ജാഗ്രതത്തിൽ അനുഭവിക്കുന്ന ക്രിയാകാരക ഫലവ്യവഹാരങ്ങളൊന്നും അവിടെ ഇല്ല. ഇതെല്ലാം പറഞ്ഞാൽ ഇതെന്താ ഈ സാധനം? വ്യവഹാരത്തിലിരുന്നുകൊണ്ടല്ലേ പറയുന്നു വ്യവഹാരങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ ആ വ്യവഹാരശൂന്യമായൊരവസ്ഥയെ കാണിച്ചേ അത് വെളിപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിന്റെ ആ നിരുപാധികമായ ആ സ്ഥിതിയെ, നിലയെ വ്യക്തമാക്കുന്നതിന് ഉറക്കമല്ലാതെ വേറൊരു സ്ഥാനമില്ല. തസ്യ പ്രകടീകരണാർത്ഥം, അതിനെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചോദ്യവും ഉത്തരവും. അത് നിർവിശേഷമായതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുമുണ്ട്. അതുകൊണ്ട് അതിനെ വീണ്ടും വിശദീകരിക്കും. സഹോവാച അജാതശത്രു യത്ര ഏഷ ഏതസുപ്തോ അഭൂത് യേഷ വിജ്ഞാനമയഃ പുരുഷഃ തദ്ദേശാം പ്രാണാനാം വിജ്ഞാനേന വിജ്ഞാനം ആദായ യേഷു അന്തർഹൃദയ ആകാശഃ തസ്മിൻ സീദേ താനി യഥാ ഗൃഹ്ണാതി അഥ ഹേതത്പുരുഷസ്സുപിതി നാമ തദ്ഗൃഹീത ഏവ പ്രാണോ ഭവതി. ഗൃഹീത വാക്, ഗൃഹീതം ചക്ഷുർ, ഗൃഹീതം ശ്രോത്രം, ഗൃഹീതം മനഃ. എത്രേഷേത സുപ്തോ അഭൂത് യേഷ വിജ്ഞാനമയ പുരുഷ ക്വ യേഷ തദ അഭൂത് കുത ഏതത് ആഗാദിതി അപരിച്ഛാമ തസ്നു ഉച്യമാനം. ഞാൻ നിന്നോട് ചോദിച്ചത് എന്റെ മറുപടി ഞാൻ തന്നെ പറയാം. എവിടെയായിരുന്നു ഇവൻ ഉറങ്ങുന്നതിന് മുമ്പ്? എവിടെ നിന്നാണ് ഈ ഉണർവിലേക്ക് വന്നത്? തസ്നു ഉച്യമാനം, അത് ഞാൻ പറയാം, കേൾക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടും മനസ്സിലായില്ല. പൃഷ്ഠേനാപി ന വിജ്ഞാതം ഭവതാ തദിദം മയാ. പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. പറയാതെ മനസ്സിലാക്കാത്തതുകൊണ്ടല്ലോ. എത്രയേഷ ഏത് സുപ്തോ അഭൂത്തത തസ്മിൻ കാലേ യേഷം വാഗാദീനാം പ്രാണാനാം വിജ്ഞാനേന അന്ധഃകരണ യത് അഭിവ്യക്തി വിശേഷ വിജ്ഞാനേന ഉപാധി സ്വഭാവജനിതേന ആദായ വിജ്ഞാനം വാഗാദീനാം സ്വസ്വവിഷേകത സാമർഥ്യം ഗൃഹീത്വാ യേഷു അന്തർമധ്യേ ഹൃദയസ്യ ആകാശേ ആകാശശബ്ദേന പരേവ ആത്മാ ഉച്യതേ തസ്മിൻ സ്വേ ആത്മനി ആകാശേശ്യേതി സ്വാഭാവികി അസാംസാരികി ന കേവല ആകാശൈവ ശ്രുത്യന്തര സാമർഥ്യ സതാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി. ലിംഗ ഉപാധി സംബന്ധകൃതം വിശേഷാത്മസ്വരൂപം ഉത്സൃജ്യ അവിശേഷേ സ്വാഭാവികി ആത്മന്യവ കേവലേ വർത്തത ഇത്യഭിപ്രായ. ഒറ്റ വരിക്ക് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്, ഒറ്റ വാചകത്തിൽ. എന്താണ് എത്ര ഏഷ ഏത സുപ്തോ അഭൂത്? ഏതൊരു സമയമാണ് ഇവൻ ഉറങ്ങിയിരുന്നത്? ഉറങ്ങുന്നവൻ തന്റെ മുമ്പിലുണ്ടായിരുന്നു, അവന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്. തഥാ തസ്മിൻ കാലേ ആ സുഷുപ്തി സമയത്ത് യേഷാം വാഗാദീനാം പ്രാണാനാം വിജ്ഞാനേന. അപ്പോൾ ജാഗ്രതയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, മനസ്സിന്റെ സഹായത്തോടുകൂടി. അപ്പോൾ ആ വിജ്ഞാനം, ഈ വിഷയബോധം, അത് സർവത്ര വ്യാപിച്ചിരിക്കുന്നു, ഇന്ദ്രിയങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു, ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു, സർവത്ര ബോധമയമായിരിക്കുന്നു. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ്? അന്ധഃകരണഗത അഭിവ്യക്തി വിശേഷ വിജ്ഞാനം. അതിന് അഭിവ്യക്തി വിശേഷമെന്ന് പറയാം. അഗ്നിയെപ്പോലെ
അഗ്നി ഇവിടെ ഈ മേശയിലില്ലെന്ന് പറയാൻ കഴിയത്തില്ല. അഗ്നി ഇവിടെയുണ്ട്. കാരണം ഇത് പഞ്ചഭൂതാത്മാവാണ്. അഗ്നി ഇവിടെ ഉണ്ടായേ തീരും. പക്ഷെ അതിൽ ഒരു ഘർഷണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അഗ്നി അഭിവ്യക്തമാകുന്നു, പ്രകടമാകുന്നു. അതുപോലെ സർവവും ചൈതന്യവ്യാപ്തമാണ്. ചൈതന്യശൂന്യമായിട്ടൊന്നുമില്ല. കേവല ജഡം അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിലും ഈ വാഗാദിപ്രാണൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളിലൂടെ അന്ധകരണത്തിൽ ചൈതന്യ അഭിവ്യക്തി ഉണ്ടാകുന്നു. മനസ്സിൽ ചൈതന്യത്തിന്റെ അഭിവ്യക്തി ഉണ്ടാകുന്നു. പ്രാകട്യം, വെളിപ്പെടൽ അതുണ്ടാകുന്നു. അതിനാണ് നമ്മൾ ജ്ഞാനം, ബോധം എന്ന് പറയുന്നത്. അതിന് പറയും വിശേഷ വിജ്ഞാനം. എന്തുകൊണ്ട് അതിന് വിശേഷ വിജ്ഞാനം എന്ന് പറയുന്നത്? സുഷുപ്തിയിൽ നിർവിശേഷ വിജ്ഞാനം. രണ്ടും തമ്മിൽ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി പറയാം. സുഷുപ്തിയിൽ നിർവിശേഷ വിജ്ഞാനമായതുകൊണ്ട് തന്നെ ഒന്നും അറിയാൻ കഴിയുന്നില്ല. ഇവിടെ എന്താണ്? അന്ധകരണഗത അഭിവ്യക്തി വിശേഷ വിജ്ഞാനം. ഇവിടെ ജ്ഞാനം പ്രകടമാകും. ജ്ഞാനം പ്രകടമായാലേ അവിടെ അറിയുന്നവൻ, അറിവിന്റെ വിഷയം, ഈ തരത്തിലെല്ലാം ഉള്ള പിരിവുകൾ ഉണ്ടാകത്തുള്ളൂ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഉപാധി സ്വഭാവ ജനിതേന. ഇവിടെ പലതരത്തിലുള്ള ഉപാധി. ഈ ജ്ഞാനം ഉണ്ടാകുന്നതിന് ഈ മനസ്സൊരുപാധിയാണ്, ഇന്ദ്രിയങ്ങൾ ഉപാധിയാണ്, ബാഹ്യമായ വിഷയങ്ങൾ ഒരു ഉപാധിയാണ്, ഇവയുടെ പരസ്പര ബന്ധം ഉപാധികളാണ്. അനുപാധി സ്വഭാവജനത്തേന ഇതെല്ലാം കൂടി ചേരും. അഗ്നി ഇവിടെ ഉണ്ടെങ്കിലും ഇതിലൊരു ഘർഷണം സംഭവിക്കണം, അല്ലെങ്കിൽ പുറമെ നിന്ന് അഗ്നിയുടെ സമ്പർക്കം സംഭവിക്കണം. അപ്പോൾ ഇവിടെ അഗ്നി പ്രകടമാകും. അല്ലെങ്കിൽ അഗ്നി അവിടെ അനഭിവ്യക്തം എന്ന് പറയും. അതുപോലെ ചൈതന്യം അനഭിവ്യക്തമായിരിക്കുന്നു. അതിന് ചൈതന്യത്തിന്റെ സ്വരൂപം എന്ന് പറയാം. സുഷുപ്തിയിൽ അതാണ് സംഭവിക്കുന്നത്. അനഭിവ്യക്തമായിരിക്കുന്നു. സത്ത സാമാന്യമായിരിക്കുന്നു, അല്ലെങ്കിൽ തുരീയ രൂപത്തിലിരിക്കുന്നു. അവിടെ ഈ ഉപാധികളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. അന്ധകരണമില്ല, ഇന്ദ്രിയങ്ങളില്ല, ബാഹ്യമായ വിഷയങ്ങളില്ല, ഇവയുടെ പരസ്പര ബന്ധമില്ല. പിന്നെ ചൈതന്യം എങ്ങനെ പ്രകടമാകും? അവിടെ ബോധം പ്രകടമാകുന്നില്ല, ഇവിടെ പ്രകടമാകുന്നു. അപ്പൊ ഈ ബോധം ഇങ്ങനെ പ്രകടമായിരിക്കുമ്പോൾ സുഷുപ്തി സംഭവിക്കത്തില്ല. സുഷുപ്തിയും സ്വപ്നവും ജാഗ്രതും എല്ലാം ആ ഏകമായ സത്താണ്, ഏകനായ തുര്യൻ തന്നെയാണ്. എന്നാലും രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നു ആദായ വിജ്ഞാനം വാഗാദീന സുസ്വവിഷേകത സാമർഥ്യം ഗ്രഹീത്വ, ആദായ ഗ്രഹീത്വ. അപ്പോൾ ജീവൻ ഇവിടെ ഈ അഭിവ്യക്ത വിജ്ഞാനത്തോടുകൂടിയിരിക്കുന്നു. താൻ തന്നെ പ്രകാശിപ്പിക്കുന്ന വിജ്ഞാനമുള്ളവനായിരിക്കുന്നു, അറിയുന്നവനായിരിക്കുന്നു എന്നർത്ഥം. അവൻ തന്റെ ഈ അറിവിനെല്ലാം ഉപസംഹരിച്ചിട്ട് സ്വസ്വവിഷേകത സാമർഥ്യം, അതാത് ഇന്ദ്രിയങ്ങളിലുള്ള വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ആ ബോധത്തെ എല്ലാം ഉപസംഹരിക്കുന്നു. അതാണ് ആ വിജ്ഞാനത്തെ ഗ്രഹിച്ചിട്ട് എന്ന് പറയുന്നത്. സുഷുപ്തിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയണം. അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ജീവന് ഇതൊന്നും കൂടാതെ നിൽക്കാൻ കഴിയില്ല. ജീവനന്റെ നിലനിൽപ്പ് തന്നെ ഇതെല്ലാം കൂടിച്ചേർന്നതാണ്. ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള പ്രകാശം, ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു സംഘാതമാണ് ജീവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതില്ലെങ്കിൽ ജീവനുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? യേശ അന്തർമധ്യേ ഹൃദയേ ഹൃദയസ്യ ആകാശേ ആകാശബ്ദേന പരേവ ആത്മാ ഉച്യതേ.
ഇവിടെ ബുദ്ധേരന്തപ്രതീജോ അന്യോ നാർത്ഥ സംഭാവ്യതേ യതഃ പറയുന്നു. ഈ ജാഗ്രതയിലെ ഈ ബോധം, ഈ ബോധത്തെ പിൻവലിച്ചു, ജാഗ്രത് ബോധത്തെ ജീവൻ ഉപസംഹരിച്ചു, പിൻവലിച്ചു. എങ്ങനെ പിൻവലിക്കുന്നു? ഇത് കർണങ്ങളൊന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ, അത് ഘർഷണമില്ലെങ്കിൽ, അഗ്നിയുടെ സമ്പർക്കമില്ലെങ്കിൽ ഇവിടെ അഗ്നി കാണത്തില്ല. അതുപോലെ ഉപാധികൾ ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ വെളിച്ചമില്ല, ആകാശമില്ല, പ്രകാശമില്ല. അതുകൊണ്ട് ഇതിനെല്ലാം ഉപസംഹരിക്കുന്നു എന്ന് പറയും. ഉപസംഹരിച്ചാൽ ഏതൊരു ഉപസംഹരിക്കും? ഈ പ്രകാശത്തിന്റെ അതിര് വരെ ഇതിനെ ഉപസംഹരിക്കാം. ഈ പ്രകാശം ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. ഏതൊരു ഇന്ധനത്തിൽ നിന്നാണോ അഗ്നി ജ്വലിക്കുന്നത് അതുപോലെ ആ ജ്വലനത്തിന്റെ അതിരേതാണ്? ആ ഇന്ധനമാണ്. അതുപോലെ ഇവിടെ എന്താണ്? ചിത് ഇന്ധനം, ചിത് കേവലമായ ചിത്ത്. അതിൽ നിന്നാണ് ഈ പ്രകാശം ഉണ്ടാകുന്നത്. കേവല ചിത്ത്, തുര്യൻ എന്ന് പറയുന്നു. അതിനോട് പറഞ്ഞ ആകാശം എന്ന് പറഞ്ഞു. കാരണം അത് ബുദ്ധിയുടെ അതിരാണ്, ഈ പ്രകാശത്തിന്റെ അതിരാണ്. ആകാശത്തിനെ പരേവ ആത്മാവിനോട് പറഞ്ഞു നാർത്ഥ സംഭാവ്യത. ഈ ബുദ്ധിയുടെ അവസാനം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഈ മനസ്സിന്റെ ഇതിന്റെ എല്ലാം അങ്ങേയറ്റം ഇതെവിടെ നിന്ന് പ്രകടമായി? അതാണ് പ്രത്യേകാത്മാവാണ്. അതാണ് സ്വരൂപം. ഇതിന്റെ തന്നെ സ്വരൂപമായിരിക്കുന്നത്, ഈ അറിവിന്റെ തന്നെ സ്വരൂപമായിരിക്കുന്നത്, ഉണ്ടായി മാറി മറയുന്ന ഈ അറിവിന്റെ സ്വരൂപമായിരിക്കുന്ന ആ ആകാശം, അത് കേവലമായ ചിത്ത്, തുര്യൻ, സത്ത, സച്ചിദാനന്ദം എന്നെല്ലാം പറയും. പ്രത്യേകാത്മാ. ആ പ്രത്യേകാത്മാവായി മാറുന്നു എന്നർത്ഥം. ഒരു വസ്തു ഇല്ലാതായി കഴിഞ്ഞാൽ അതതിന്റെ സ്വരൂപമായി മാറും. പാത്രം നശിച്ചു കഴിഞ്ഞാൽ മണ്ണായി മാറും. തരംഗങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ ജലമായി മാറും. അതുപോലെ ഈ ചിത് പ്രകാശമായിരിക്കുന്ന ജാഗ്രത് ബോധം ഇത് ഉപസംഹരിച്ചാൽ, നശിച്ചാൽ അത് കേവല ചിത്തായിരിക്കും. അതിനിവിടെ പറഞ്ഞു ആകാശം. ഇതിനാകാശം എന്ന് പറയുന്ന ആകാശം എങ്ങനെയാണോ സർവത്തിനും ഇടം കൊടുക്കുന്നത്, ആകാശം സർവത്തിനും സ്വരൂപമായിരിക്കുന്നത്, അതുപോലെ ഈ ചിത്തും സർവത്തിനും ഇടം കൊടുക്കുന്നതാണ്, സർവസ്വരൂപമായിരിക്കുന്നു. തസ്മിൻ സ്വ ആത്മന്യാകാശി. അപ്പോൾ ഉറക്കം അവിടെയാണ്. ശേതേ, അവിടെയാണ് താൻ ഉറങ്ങുന്നു എന്ന് പറയുന്നത്. ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു ക്രിയയാണെന്നാണ്. കാരണം ക്രിയാശബ്ദത്തിൽ ഉപയോഗിക്കുന്നു. ഉറങ്ങുന്നു, സ്വപിതി. അവിടെ ഒരു ക്രിയയില്ല. എന്നാലും ശബ്ദം കൊണ്ട് പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ കഴിയും. അവിടെ എല്ലാ ക്രിയകളും അവസാനിക്കുന്നു. ആ ചൈതന്യം, അത് ചൈതന്യം എന്ന് പ്രത്യേകം എടുക്കുന്നു. ഈ ബോധം, വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധം അതിനോട് ഏകീഭവിക്കുന്നു എന്നർത്ഥം. ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഗ്നിയുടെ ജ്വാല ആ അഗ്നിയോട് ഏകീഭവിക്കുന്നു എന്ന് പറയുന്നു. അവിടെ രണ്ടില്ല. അഗ്നിയും അതിന്റെ ജ്വാലയും ഒന്നും രണ്ടില്ല. എന്നാലും നമുക്ക് പറയാം എന്താണ്? ആ ജ്വാല ആ അഗ്നിയോട് ഏകീഭവിക്കുന്നു. അല്ലെങ്കിൽ പ്രകാശം അഗ്നിയോട് ഏകീഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ സുഷുപ്തിയിൽ ആ പ്രകാശം അതിന്റെ സ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു, പ്രകാശിക്കുന്നില്ല എന്നർത്ഥം. ജാഗ്രതത്തിൽ പ്രകാശിക്കുന്നത് പോലെ അത് പ്രകാശിക്കുന്നില്ല. എന്നാൽ അത് നശിക്കുന്നു, ഇല്ലാകുന്നില്ല. നാശം എന്ന് പറഞ്ഞാൽ അത് പരിണാമമാണ്. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ആണ് പറയുന്നത് സ്വാഭാവികേ. അതതിന്റെ സ്വരൂപമാണ്, അതിന്റെ യഥാർത്ഥ രൂപമാണ്.
ഈ ജാഗ്രതത്തിന്റെ യഥാർത്ഥ രൂപമാണ് സുഷുപ്തിയിൽ അവശേഷിക്കുന്നത്. ആ യഥാർത്ഥ രൂപം ജാഗ്രതത്തിലുമുണ്ട്. എന്താ പ്രത്യേകത? അതാ പാരമാർത്ഥികമായി യാഥാർത്ഥ്യമായി ജാഗ്രതത്തിൽ അത് നിൽക്കാൻ കഴിയുന്നില്ല. ജാഗ്രതത്തിൽ അതിങ്ങനെ വിഷയോന്മുഖമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സുഷുപ്തിയിൽ അങ്ങനെയല്ല, അതിന്റെ തനിമയിൽ നിജസ്വരൂപത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഈ ബോധത്തിന് പറയും ഇത് വിഷയാവബോധം എന്ന് പറയും. സുഷുപ്തിയിലാണെങ്കിലും അത് സഹജാവബോധം, നിജബോധം. അത് പറയുന്നത് സ്വാഭാവിക, അതിന്റെ സ്വരൂപത്തിൽ, അതിന്റെ തനതായ മറ്റൊരു കലർപ്പുമില്ലാത്ത. ഇവിടുത്തെ കലർപ്പിനെ കുറിച്ചാണ് നേരെ മുമ്പ് ഒരു വാക്കിൽ പറഞ്ഞെന്താണ്? ഉപാധി സ്വഭാവ ജനിതേന. ഉപാധികളുണ്ട്, ഇതെല്ലാം വരുന്നു. ഉപാധികളും പരമാർത്ഥമല്ല. കാരണം ആഭരണത്തിൽ, സ്വർണത്തിൽ ഉപാധികളാണ് ആഭരണമായി മാറിയത്. എന്താ ഉപാധി എന്ന് പറയുന്ന ആകൃതി തന്നെ? എന്താ അവിടെ വിശേഷിച്ചൊരാകൃതി ഉണ്ടോ? പരമാർത്ഥത്തിൽ അവിടെ ഒരു ആകൃതി ഉണ്ടോ? ഇല്ല. സ്വർണമല്ല മറ്റൊന്നും. എന്നാലും അതിന് ആഭരണം എന്നൊരു ഭാവം വരുന്നു. അങ്ങനെ ഒരു ഭാവത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അതുപോലെ ഈ സ്വരൂപസ്ഥിതി, നിജസ്ഥിതി, സഹജമായ അവബോധം സുഷുപ്തിയിൽ അതിൽ നിന്നും മാറ്റം വരുന്നു. അതിന് നമ്മൾ പറയുന്നു സംസാരം. സുഷുപ്തിയിൽ ആ സംസാരം അവസാനിക്കുന്നു. അവിടെ സംസാരമില്ല. അവിടെ പിന്നെ എന്താണ്? നിത്യമുക്തം. അതിനോട് പറയുന്നു അസാംസാരികേ ശേതേ. ആ സാംസാരികമായ സ്ഥിതിയിൽ, സംസാരശൂന്യമായ, ബന്ധനശൂന്യമായ ഉറങ്ങുന്നു എന്നുവെച്ചാൽ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. പിന്നെ ആരാ അവിടെ ഉറങ്ങാൻ? ഉറങ്ങാൻ ആരുമില്ലല്ലോ. തന്റെ സ്വരൂപസ്ഥിതിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ സ്വരൂപസ്ഥിതി, അതിനാണ് പറയുന്നത് ഉറക്കം എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ ഉറങ്ങുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിക്കൊന്നും ആരുമില്ല. എന്ന കേവല ആകാശേവ. സാധാരണ ഈ ആകാശത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നതെന്ന് പറയുന്നു. ആകാശ ശബ്ദങ്ങൾ, ആകാശ തദ്ലിംഗ ബ്രഹ്മസൂത്രത്തിൽ ഈ ആകാശ ശബ്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ഉറപ്പിക്കുന്നുണ്ട് ആകാശം എന്നുള്ള ശബ്ദം കേട്ടതുകൊണ്ട് ഈ ഭൂതാകാശം ധരിച്ചു കളയരുത്. നമ്മൾ ബാഹ്യമായി അനുഭവിക്കുന്ന ഈ ഭൂതാകാശം അങ്ങനെ ധരിക്കരുത്. ശ്രുത്യന്തര സാമർഥ്യ. ഇവിടെ ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരമാത്മാവ് തന്നെ, പരബ്രഹ്മം തന്നെ, സ്വസ്വരൂപം തന്നെ, തുര്യൻ തന്നെ. അത് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ മറ്റു ഭാഗങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുകൂടി ഒന്ന് താരതമ്യം ചെയ്ത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പറയുന്നു സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി സ്വം അപീതോ ഭവതി സതി സമ്പദ്യന വിദു സതി സമ്പദ്യാമഹേ. ഇതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇത് ഇവിടെ സമ്പന്നമായി തീരുന്നു. അത് സ്വാഭാവിക അസാംസാരിക എന്ന് പറയുമ്പോൾ എല്ലാം ആ ജീവൻ പൂർണ്ണമായ മുക്തിയെ പ്രാപിച്ചിരിക്കുന്നു. സുഷുപ്തിയിൽ ഒരു സംശയവും വേണ്ട. ബന്ധനം ജാഗ്രതയിലേ സുഷുപ്തിയിൽ മുക്തിയാണ് എന്നാണ്. അല്ലെങ്കിൽ അസാംസാരികം എങ്ങനെ പറയാൻ പറ്റും? സംസാരശൂന്യം എന്നെങ്ങനെ പറയാൻ പറ്റും? സ്വാഭാവികമെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇതേ അത് തന്നെ പറയുന്നു. ലിംഗ ഉപാധി സംബന്ധകൃതം വിശേഷാത്മസ്വരൂപം ഉത്സൃജ്യ അവിശേഷേ സ്വാഭാവികേ ആത്മന്യേവ കേവലേ വർത്തതേ ഇത്യഭിപ്രായ. യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുകയാണ്.
ലിംഗോപാധി സംബന്ധകൃതം വിശേഷാത്മസ്വരൂപം, അതാണ് ജീവസ്വരൂപം. ഈ ജാഗ്രതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവസ്വരൂപം ഇതെന്താണ്? ലിംഗോപാധി സംബന്ധം കൊണ്ടുണ്ടായതാണ്. സൂക്ഷ്മ ശരീരമാകുന്ന ഉപാധി, ആ ഉപാധി സംബന്ധം കൊണ്ടുണ്ടായതാണ്. ആ ഉപാധിയോടുള്ള താതാത്മ്യം കൊണ്ടുണ്ടായതാണ്. അത് പലതരത്തിലും പറയും. അധ്യാസം എന്ന് ചിലടത്ത് പറയും. ചിലപ്പോൾ അത് ആ ചൈതന്യത്തിന്റെ പ്രതിബിംബം കൊണ്ടുണ്ടായതാണെന്ന് പറയും. ചിലടത്ത് പറയും അത് ഘടാകാശവും മഠാകാശവും പോലെയാണ്. ഇങ്ങനെയൊക്കെ പലതരത്തിൽ പറയും. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ലിംഗോപാധിയുമായിട്ടുള്ള ഒരു സംബന്ധം, നിർവചനീയമായൊരു താതാത്മ്യം, വിശദീകരിക്കാൻ വയ്യാത്ത, നിർവചിക്കാൻ വയ്യാത്ത താതാത്മ്യം. ഇതാണ് ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യും. മിഥുനീകൃത്യ, ഒരു മിഥുനീകരണം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? വിശേഷാത്മസ്വരൂപം, ഈ ജാഗ്രത അനുഭവം, അതാണ് വിശേഷാത്മസ്വരൂപം. ജീവാനുഭവം. ഉത്സൃജ്യ, ജീവഭാവത്തെ ഉപേക്ഷിക്കുന്നു. ആ താതാത്മ്യത്തിൽ നിന്നും സ്വയം വിടുതൽ നേടുന്നു. ആര്? പരമാത്മാവ്. പിന്നീട് എന്താണ് ശേഷിക്കുന്നത്? അവിശേഷേ, അവിടെ യാതൊരു വിശേഷമില്ല, നിരുപാധികമെന്ന് പറഞ്ഞു. സുഷുപ്തിയിൽ അതങ്ങനെ ശേഷിക്കുന്നു എന്ന് സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജാഗ്രതയിൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതാണ് ഇതിന്റെ ഗുണം. ആത്മതത്വത്തെ അറിയേണ്ടത് ജാഗ്രതയിൽ തന്നെ, സുഷുപ്തിയിലല്ല. കാരണം അവിടെ ലിംഗോപാധി സംബന്ധമില്ല, അറിയുന്നതിന് വേണ്ട കർണങ്ങളില്ല, അറിയുന്നവനുമില്ല. അവിടെ അറിയേണ്ടതായ ഒരു കാര്യങ്ങളും അവിടെ തന്റെ മുമ്പിലില്ല. അതുകൊണ്ടല്ലേ പറയുന്നത് ആ വിശേഷാത്മസ്വരൂപം ഉത്സൃജ്യ, ജീവഭാവം തന്നെ അവിടെ പോയി, കേവലമായ ആത്മഭാവം. അത് നമുക്ക് ജാഗ്രതയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. അത് ഗാർഗ്യനെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ജാതശത്രു. അതിന് ഭാഷ്യകാരൻ വിശദീകരിക്കുകയാണ്. അതങ്ങനെയാണ് അത് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതിന്റെ താല്പര്യം അതാണ്. അവിടെ നിർവിശേഷമായിരിക്കുന്നു. ഈ നിർവിശേഷമായ ഈ ഒരു സ്ഥിതി ചൂണ്ടിക്കാണിക്കാൻ വേറൊരു ഇടമില്ല. മറ്റൊരു സ്ഥലവും ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തില്ല. അദ്വൈതിക്ക് അദ്വൈതമാണിത് എന്ന് പറയുന്നവർക്ക് വേറൊന്നും ചൂണ്ടിക്കാണിക്കാൻ വേറൊരു സ്ഥലമില്ല. വേറെ എന്തു വന്നാലും എന്ത് വരും? അവിടെ ലിംഗ ഉപാധി സംബന്ധം വരും. സമാധി വരെയുള്ള കാര്യങ്ങളിൽ ഉപാധി സംബന്ധമുണ്ട്, മനസ്സിന്റെ സാന്നിധ്യമുണ്ട്. മനസ്സില്ലെങ്കിൽ പിന്നെ എന്തോന്ന് സമാധി? അല്ലെങ്കിൽ സമാധി ആത്മാവ് തന്നെ ആയിരിക്കണം. സമാധിരാത്മാവ്. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ഒരു കൃത്രിമമില്ലാതെ, സമാധിക്ക് കൃത്രിമമാണ്. ഒരുപാട് പരിശ്രമിച്ച് ഒരുപാട് അഭ്യാസം ചെയ്ത് എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ്. ഇതങ്ങനെയല്ല. ആവശ്യമില്ലാത്തതെല്ലാം വിട്ട സ്വാഭാവികമായ ശുദ്ധമായ അവസ്ഥ. ശുദ്ധമെന്നെങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ടാണ് പറയുന്നത് കേവലേ. കേവലം എന്ന് വെച്ചാൽ ശുദ്ധം, ഏകമായത്. രണ്ടാമതൊന്നും അവിടെ ഇല്ല എന്നർത്ഥം. പക്ഷെ ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാവും. വലിയ പണ്ഡിതന്മാർക്കുണ്ട് ആ തെറ്റിദ്ധാരണ. എന്താണ്? സ്വാഭാധികാരി, സ്വാഭാവികത്വം, അവിദ്യാമാത്ര സമ്മിശ്രിതത്വം, സതിസമ്പദ്ദിന വിധം ഇത്യാദി ശ്രുതിയിൽ ദ്രഷ്ടവ്യം.
ഇവരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രസ്താവനകളാണ്. ഇതിലൊരു ശരിയുണ്ട്, പക്ഷേ എവിടെയും ശരിയിലെത്താൻ പ്രയാസമാണ്, തെറ്റിലെത്തുന്നതാണ് എളുപ്പം. കാരണം നമ്മുടെ സംസ്കാരം എളുപ്പം അനുകൂലിക്കുന്ന അതിനെയാണ്. ഈ സ്വപ്രകരണം സുഷുപ്തിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് സ്വാഭാവികം ആത്മനിയേവ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നില്ല, സ്വസ്വരൂപം മാത്രം, കേവലം ഒന്നുകൂടെ പറഞ്ഞു. അപ്പൊ പിന്നെ അവിടെ സുഷുപ്തിയിൽ ഇനി രണ്ടാമതൊന്നിനെ കൊണ്ടുവരാൻ പറ്റും? എന്തെങ്കിലും ഒന്നിന് ഒന്നുമില്ല, അത് സ്വസ്വരൂപത്തിൽ പ്രകാശിക്കുന്നു എന്നേ പറയാൻ പറ്റൂ. അതിന്റെ സ്വാഭാവിക അസാംസാരിക എല്ലാം പറഞ്ഞില്ലേ. പിന്നെ കേവല ശബ്ദം കൊണ്ടും അത് തന്നെ പറയുന്നു. കേവലം എന്ന് പറഞ്ഞാൽ രണ്ട് കാണും, സ്വസ്വരൂപം, ഇനി ഒരു സാധനം കൂടി അത് കാണില്ല. എന്നാലും നമ്മൾ സാധാരണ സുഷുപ്തിയെ കുറിച്ചുള്ള നമ്മുടെ അനുഭവം എന്താണ്? ജാഗ്രതത്തിൽ സുഷുപ്തിയെക്കുറിച്ച് നമുക്ക് അനുഭവമുണ്ട്. സുഷുപ്തിയിൽ സുഷുപ്തിയെക്കുറിച്ചുള്ള ഒരു അനുഭവമില്ല. എന്തുകൊണ്ടില്ല? ലിംഗ ഉപാധി സംബന്ധമുള്ള വിശേഷ ജ്ഞാനങ്ങളൊന്നും അവിടെ ഇല്ല. അനുഭവം എന്ന് പറയുന്നത് വിശേഷ ജ്ഞാനമാണ്. പുസ്തകത്തെ അറിയുന്നു, അല്ലെങ്കിൽ എന്നെ അറിയുന്നു, നിന്നെ അറിയുന്നു, ഇതെല്ലാം വിശേഷജ്ഞാനം. ഈ വിശേഷജ്ഞാനമുള്ളത് അവസ്ഥയാണ് നമ്മൾ ജാഗ്രത എന്ന് പറയുന്നത്. വേണമെങ്കിൽ സ്വപ്നമെന്നും പറയാം, ഇനി സമാധി എന്നും പറയാം. ഇവിടെയാണെങ്കിലോ നിർവിശേഷമാണ് എന്ന് പറഞ്ഞാൽ അവിടെ കേവലമായ സത്ത മാത്രം. ശൂന്യമല്ല, ജഡമല്ല, അതൊന്നുമല്ല, കേവല സത്ത മാത്രം. അല്ലെങ്കിൽ കേവലമായ ആ ചിത്ത്, അത് മാത്രം, കേവല ബോധം മാത്രം, ഒന്നിനെയും ഗ്രഹിക്കാതിരിക്കുന്ന ബോധം മാത്രം. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ മറ്റനുഭവങ്ങളില്ല. അറിയണമെങ്കിൽ അറിയുന്നവൻ വേണ്ടേ? അത് പോയെന്നാണ് ഇവിടെ പറയുന്നത്. ലിംഗ ഉപാധി സംബന്ധകൃതം വിശേഷാത്മസ്വരൂപം ഉത്സൃജ്യ. അറിയുന്നവനെ അവിടെ പോയി, ഇല്ലാതായി. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അറിയുന്നവനുണ്ട്, എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടുവരിക്കുന്നു. ഈ ബോധം അവിടെ ഇല്ല, കേവലമായ ബോധം മാത്രം. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഉണർന്നിരുന്നേ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഉറക്കത്തെക്കുറിച്ച് ഉറക്കത്തിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല. ഉണർന്നു നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ അനുഭവം എന്താ? ഒന്നും അറിഞ്ഞില്ല എന്നാ, ഒന്നും അറിയാത്ത ഒരവസ്ഥ. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് അതിന്റെ പരമാർത്ഥമായ അവസ്ഥ. ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവിടെയെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള ഈ അനുഭവത്തെ എല്ലാം നമ്മളവിടെ പാടെ നിഷേധിക്കുകയാണ്. ഏതെങ്കിലും ഒന്നിനെ അവശേഷിപ്പിക്കുന്നില്ല. ഞാനവിടെ ഒന്നിനെ അറിഞ്ഞു, ഞാനവിടെ എന്തെങ്കിലും ഒന്നിനെ അറിഞ്ഞു എന്ന് പറയുന്നില്ല. മറിച്ച് ഈ അനുഭവങ്ങളെ പാടെ നിഷേധിക്കുന്നു. ഒന്നും അറിഞ്ഞില്ല, ഈ അറിവ് അവിടെ പ്രവർത്തിച്ചില്ല. അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അവിടെ എന്തെങ്കിലും ഇല്ലായിരുന്നു എന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഉറക്കത്തിൽ ഇന്ന സാധനം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വയ്യ, ഇന്നതില്ലായിരുന്നു എന്നും പറയാൻ വയ്യ. എന്തുകൊണ്ട്? ഉണ്ട്, ഇല്ല, ഈ രണ്ടനുഭവങ്ങളും അറിവുള്ളിടത്തേ ഉള്ളൂ. ഇവിടെ എനിക്ക് പറയാം പുസ്തകമുണ്ട്, പേനയില്ല പറയാം. എന്തുകൊണ്ട്? ഇവിടെ അറിവുള്ളതുകൊണ്ട് പറയാം. ഉറക്കത്തിൽ ഈ ഉണ്ട് ഇല്ല എന്നുള്ള ബോധമേ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഉറക്കത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ കഴിയില്ല. ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ കഴിയില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് അറിവില്ലായിരുന്നു. ഈ ജാഗ്രത് ബോധം, അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞ എന്താണ്? വിജ്ഞാനം ആദായ ഗൃഹീത്വ.
ഈ ജാഗ്രതത്തിലെ ഈ വിജ്ഞാനത്തെ എടുത്തുകൊണ്ടാവുന്നു ജീവൻ. അവിടെ ഏകീഭവനം സംഭവിക്കുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഉണ്ടെന്നും ഇല്ലെന്നും പറയാമെങ്കിൽ പിന്നെ താനുണ്ടായിരുന്നെന്ന് പറയാൻ പറ്റും. അത് ഉണർന്നിട്ട് പറയുന്നുണ്ടല്ലോ, താനവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടത് പറയേണ്ടി വരുന്നു? കാരണം തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ വയ്യും. താൻ തന്നെയാണ് സുഷുപ്തനായിരുന്നത്, താൻ തന്നെയാണ് ജാഗ്രതത്തിലേക്ക് വന്നത്. അവിടെ തന്റെ അസ്തിത്വത്തെ അവിടെ നിഷേധിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ജാഗ്രതത്തിൽ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബാഹ്യമായ അസ്തിത്വങ്ങളൊന്നും അറിയാനും കഴിയുന്നില്ല. ബാഹ്യമായ ഒരു അസ്തിത്വത്തെയും അറിയാൻ കഴിയുന്നില്ല, ഉണ്ടെന്നോ ഇല്ലെന്നോ, രണ്ടു തരത്തിൽ. എന്നാൽ തന്നെ നിഷേധിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് പറയുന്നു അവിടെ ഏകനായ കേവലനായ താൻ മാത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ജാഗ്രതത്തിലിരുന്നു കൊണ്ട് തന്റെ സ്വരൂപത്തെക്കുറിച്ച് പരമാവധി മനസ്സിലാക്കാവുന്നത് ഇത്തരത്തിലാണ്. എന്താണ്? തന്റെ അസ്തിത്വം, തന്റെ ഉണ്മ, അത് തനിക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. അത് തനിക്ക് നാവില്ല എന്ന് പറയുന്ന പോലെ അത് താൻ ബോധശൂന്യനായിരുന്നു. നമുക്കങ്ങനെ പറയാം, താൻ ബോധശൂന്യനായിരുന്നു അവിടെ. അപ്പോഴും തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ആ വിശേഷിച്ച അസ്തിത്വം എന്താണ്? അത് ഈ ജാഗ്രതത്തിലെ ബോധത്തിന് ആധാരമായിരുന്നാണ് അസ്തിത്വം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് തന്നെയാണ് ജ്ഞാനം, അത് തന്നെയാണ് സുഖം, അതിനെ തന്നെയാണ് ആത്മാവ്, അത് തന്നെയാണ് സത്ത. ഇത്തരത്തിൽ ജാഗ്രതത്തിൽ തന്റെ സ്വരൂപത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സുഷുപ്തിയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നീ എവിടെ നിന്ന് വന്നു? വരുന്നതിന് മുമ്പ് നീ എന്തായിരുന്നു? അപ്പൊ തന്റെ സത്ത അനിഷേധ്യമാണ്. അതുകൊണ്ടാണ് അതിന് സച്ചിദാനന്ദം. സത്ത എന്ന് പറഞ്ഞാൽ തന്നെ അത് നിത്യമാണ്. താൻ നിത്യനാണ് എന്ന് മനസ്സിലാക്കുന്നതിന് ആണ് സുഷുപ്തിയിലേക്ക് പോകുന്നത്. ജാഗ്രതത്തിൽ ഈ സത്തയെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്. വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ബോധത്തെ ആശ്രയിച്ചിട്ടാണ് സത്തയെ ഗ്രഹിക്കുന്നത്. സുഷുപ്തിയിൽ എന്താണ്? വിഷയത്തെ ഗ്രഹിക്കുന്ന ഈ ബോധത്തെ ആശ്രയിക്കാതെ തന്നെ സത്തയെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അന്യഥ അനുപത്യ, വേറെ നിവൃത്തിയില്ല, തന്നെ അംഗീകരിച്ചേ പറ്റും. ഉറക്കത്തിൽ തന്നെ നശിച്ചുപോയി എന്ന് പറയാൻ കഴിയുന്നില്ല. ആ സുഷുപ്തി, അതിനു മുമ്പുള്ള ജാഗ്രത, സുഷുപ്തി, ഈ പരമ്പരയെ പരസ്പരം ഇത് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നശിച്ചാൽ എങ്ങനെ ഈ ബന്ധനം ഉണ്ടാവും? അപ്പൊ ആ സത്തയാണ് ജാഗ്രതത്തിൽ താനായിരിക്കുന്നത്, താൻ അറിയുന്ന വിഷയങ്ങളിലെല്ലാം അനുസ്യൂതമായിരിക്കുന്നത് എന്ന് ജാഗ്രതത്തിൽ അതിനെ ബോധിക്കുന്നു. അത് ജാഗ്രതത്തിലേ സംഭവിക്കത്തുള്ളൂ. ആത്മാവ് നിത്യമുക്തനാണെന്ന് പറയുന്നു. ആ നിത്യമുക്തി എവിടെ ബോധ്യപ്പെടും? സുഷുപ്തിയിലെ ബോധ്യപ്പെടും. അവിടെ അത് നിത്യമുക്തനായിരുന്നു നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ജാഗ്രതത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ തന്റെ സ്വരൂപം നിത്യമുക്തമാണ് എന്ന് ജാഗ്രതത്തിൽ ഗ്രഹിക്കണമെങ്കിൽ സുഷുപ്തിയുടെ സഹായം കൊണ്ടേ സാധ്യമാണ്. താൻ നിത്യമുക്തനായിരുന്നിട്ടും ബന്ധനം അനുഭവപ്പെടുന്നത് സുഷുപ്തിയിലെ കുഴപ്പമല്ല, ജാഗ്രതയിലെ പ്രശ്നമാണ്. സുഷുപ്തിയിൽ ആത്മാവല്ലാതെ മറ്റെന്തെങ്കിലും ഒന്നുകൂടി ഇരുന്നിട്ടല്ല
കാരണം സുഷുപ്തിയിലാരും ബന്ധനം അനുഭവിച്ചില്ല, സുഷുപ്തിയിലാരും മുക്തിയെ അനുഭവിച്ചില്ല. അനുഭവിക്കുന്നവനോടെ ഇല്ലല്ലോ. ജാഗ്രതത്തിൽ രണ്ടും അനുഭവിക്കുന്നു, ബന്ധനവും അനുഭവിക്കുന്നു, മുക്തിയും അനുഭവിക്കുന്നു. അപ്പൊ പ്രശ്നങ്ങളെല്ലാം ഇവിടെയാണ്, ജാഗ്രതത്തിലാണ്. ജാഗ്രതത്തിലെ പ്രശ്നങ്ങൾക്ക് ജാഗ്രതത്തിൽ സമാധാനം വേണം. അതിനു വേണ്ടിയിട്ടാണ് സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത്.